സൈക്കോളജിസ്റ്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അയാളുടെ പേര് ഡോക്ടർ സാവന്ത് എന്നാണ്. അയാള് ബിഗ് ബോസിന്റെ എല്ലാ ബിഗ് ബോസ് ഷോസും കൺട്രോൾ ചെയ്യുന്ന എല്ലാ ബിഗ് ബോസ് ഷോയിലെയും മത്സരാർത്ഥികളെ അദ്ദേഹമാണ് പരിശോധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അവര് പറഞ്ഞൊരു അറിവ് അതാണ്. അപ്പൊ സാവന്ത് എന്ന് പറഞ്ഞ ഡോക്ടർ വീഡിയോ കോളിലൂടെ വ്യക്തമല്ലാത്തൊരു വീഡിയോ കോളിലൂടെ എന്നെ കാണുകയും അദ്ദേഹത്തോട് ഞാൻ ഇതേ കൺസേൺ തന്നെ പറയുകയാണ്, ഇങ്ങനെ ഒരു ഹ്യൂമാനിറ്റി വാല്യൂ ഇല്ലാത്തൊരു ഷോയാണ് ഇവിടെ പ്രോപ്പർ എനിക്ക്. അപ്പൊ അദ്ദേഹം തന്നെ എന്നോട് ചോദിക്കുന്നു, എന്റെ സിബിന് ഉറങ്ങാത്ത പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു ഉറങ്ങിയിട്ടില്ല. അപ്പൊ അയാൾ എന്നോട് പറയാണ്, സിബിന് ഞാനൊരു മരുന്ന് തരാം ഉറങ്ങാനായിട്ട്, അത് കഴിക്കുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സൈക്യാട്രിക് ഡ്രഗ് ജീവിതത്തിൽ ഇന്നേ വരെ എടുത്തിട്ടില്ല, ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു, വാശി പറഞ്ഞു. എന്നാലും അദ്ദേഹം പറഞ്ഞു, സിബിന് വിശ്രാമം ആവശ്യമാണ്, സിബിൻ ഒന്ന് പുറത്തേക്ക് പോയി കുറച്ചു നേരം ഉറങ്ങി വിശ്രമിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അതിന്റെ ഭാഗമായി എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയെങ്കിലും എന്നെ അവര് വിശ്രമിക്കാൻ സമ്മതിച്ചില്ല. അതായത് ഞാൻ അവിടെ യൂഷ്വലി മറ്റു മത്സരാർത്ഥികൾക്കും അങ്ങനെ വിശ്രമിക്കാനുള്ള ഒരു അവസരം അവരോട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് അത് തന്നില്ല. പുറത്തു പോയ സമയത്ത് എന്നെ ഏഷ്യാനെറ്റിന്റെ അല്ലെങ്കിൽ ഈ ഷോയുടെ 3 അധികൃതർ, ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 3 പേര് വന്ന് എന്നെ അവർ കണ്ടു. എന്നെ അവർ പുറത്തു പോകാൻ അനുവദിച്ചില്ല, പുറത്തു പോകാൻ സാധിക്കില്ല, ഇത് അങ്ങനത്തെ ഒരു ഷോ അല്ല, അങ്ങനെ പുറത്തു പോകാൻ പറ്റില്ല എന്ന് ബാക്ക് ടു ബാക്ക് എന്നെ പുഷ് ചെയ്ത് എനിക്ക് വീണ്ടും തിരിച്ചു കയറുന്നതിന് മുമ്പ് ഒരു ഗുളിക കഴിക്കൂ, അപ്പൊ മാനസികമായി കുറച്ച് ആശ്വാസം കിട്ടും എന്നോട് നിർബന്ധിച്ച് പറഞ്ഞു. അപ്പോഴും ഞാൻ സമ്മതിച്ചു, മരുന്ന് കഴിക്കാൻ സമ്മതിച്ചു. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് അവർ മരുന്ന് തന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ തിരിച്ച് വീടിനുള്ളിലേക്ക് കയറി. ആ രാത്രിയും എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഫിസിക്കലായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരുന്നതിന്റെ പേരിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. അടുത്ത ദിവസം രാവിലെ ഞാൻ ഉറക്കം എണീറ്റിട്ട് ഇവരോട് ഇത് തന്നെ ആവശ്യപ്പെടുകയാണ്, എനിക്ക് പുറത്തു പോകണം, എന്റെ ഉറക്കം ശരിയല്ല, ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അതായത് ഒരു മനുഷ്യന് 48 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്നാൽ സംഭവിക്കുന്ന കാര്യം തന്നെ, ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി, എനിക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വിശ്രമം ആവശ്യമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞതിന്റെ പേരിൽ എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ഹോട്ടൽ മുറിയിൽ ഒരു കാറിലേക്ക് എന്നെ കണ്ണ് കെട്ടി കയറ്റുകയും തിരിച്ച് ഈ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് ദൂരെയുള്ള ഒരു ഹോട്ടലിന്റെ പേര് ഹോട്ടൽ സൈനിൻ എന്നാണ്. ആ ഹോട്ടലിൽ ഒരു മുറിയിൽ കൊണ്ട് എന്നെ പൂട്ടിയിടുകയാണ് ചെയ്തത്. അത് യൂഷ്വലി അവരുടെ ഒരു പ്രൊസീജിയറാണ്, പ്രോട്ടോകോളാണ്. പുറത്ത് കൊണ്ടുപോയി ഈ വിശ്രമിപ്പിക്കുക എന്നുള്ളത്. അപ്പം നമ്മളെ വെളിയിലേക്ക് ഇറക്കില്ല, അത് അവരുടെ പ്രോട്ടോകോളിന്റെ ഭാഗമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ എന്നെ പൂട്ടിയിട്ടതിന് ശേഷം ഞാൻ വിശ്രമിച്ച് ഉറങ്ങി എണീറ്റ് ഒരു 11:45 രാത്രി ഇതേ ഡോക്ടർ വാട്സാപ്പ് വീഡിയോ കോളിൽ വന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഷാഡോ എന്നാണ് അവർ വിളിക്കുന്ന എന്റെ മോൾ ഷൈൻ്റെ ഒരു സ്റ്റാഫിന്റെ ഫോണിൽ വീഡിയോ കോൾ വരുന്നുണ്ടായിരുന്നു. ആ വീഡിയോ കോള് നിങ്ങൾക്കറിയാം, ചെന്നൈ ഔട്ടറിലാണ് ഈ EVP സ്റ്റുഡിയോ ഇരിക്കുന്നത്. അപ്പൊ അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ്. ആ നെറ്റ്വർക്ക് ഇല്ലാത്ത ആ ഏരിയയില് ശ്രീ പെരുമ്പത്തൂർ എന്ന് പറഞ്ഞ ആ ഏരിയയാണ്. ശ്രീ പെരുമ്പത്തൂർ ഏരിയയിൽ നിങ്ങൾക്കറിയാം ഔട്ടറാണ്, അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ്. നെറ്റ്വർക്ക് കുറവായ ഏരിയയിൽ ഒരു വാട്സാപ്പ് 3 പ്രാവശ്യം അയാളുമായിട്ടുള്ള വാട്സാപ്പ് കോൾ ഡ്രോപ്പായി. ആ വീഡിയോ കോളിൽ വന്നിട്ട് പുള്ളി എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പുള്ളിക്ക് ഇംഗ്ലീഷാണ് സംസാരിക്കാൻ പറ്റുന്നത്, അതിൽ നിങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെയാണ്, പുറത്തു പോകാൻ നിവൃത്തിയില്ല എന്ന് അവരെന്നോട് എടുത്തിട്ട് പറഞ്ഞു. അതായത് നിങ്ങളെ പുറത്ത് വിടില്ല, ഈ ഷോയിൽ നിങ്ങൾക്ക് എപ്പോ വേണോ വരാം, പുറത്തു പോകേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും. അത് ആ ഷോയുടെ ഹോസ്റ്റ് തന്നെ ആ ഷോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, അത് ആ ഷോയിൽ തന്നെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുമ്പോൾ പുറത്തു പോകാൻ പറ്റുന്ന ഒരു ഷോ ഒന്നും അല്ല ഇത്, ഞങ്ങൾ തീരുമാനിക്കും എപ്പോ പോകണമെന്ന്. അങ്ങനെയാണെങ്കിൽ വരാൻ പാടില്ലായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ എനിക്ക് അറിയാൻ പുറത്തു പോകാൻ പറ്റില്ല, നിവൃത്തിയില്ല, ഇനി അകത്ത് തുടർന്നേ പറ്റും പറഞ്ഞ് ഞാൻ അകത്ത് തുടരാൻ സമ്മതിക്കുന്നു. അന്ന് രാത്രി അദ്ദേഹം പറയുന്നു, സിബിൻ നന്നായി ഉറങ്ങണമെങ്കിൽ ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ട് ഉറക്ക ഗുളിക എന്ന് പറഞ്ഞ് എനിക്കൊരു ഗുളിക തന്നു, സ്ലീപ്പിംഗ് പിൽസ്. ആ ഗുളിക ഞാൻ അന്ന് കഴിച്ചതിന്റെ പേരിൽ ഞാൻ നന്നായി ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ 2 ഗുളികകൾ എനിക്ക് തന്നവര്, 2 ഗുളികകൾ. ഈ 2 ഗുളികയും ഞാൻ കഴിച്ചു. അത് കഴിച്ചതോടുകൂടി എനിക്ക് സംഭവിച്ചത് പ്രോപ്പറായിട്ട് ആലോചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി. എനിക്ക് എന്താ പറയാ, മൊത്തത്തിൽ ക്ഷീണിതനായി. ഞാൻ വളരെ ക്ഷീണിതനായി. ഞാൻ ആ കട്ടിൽ ഇരിക്കുകയും സ്വാഭാവികം ഞാൻ ഉറങ്ങിപ്പോവുകയും ചെയ്തു. ഞാൻ എണീക്കുന്നത് വൈകുന്നേര സമയമാണ്. സമയം അറിയില്ല, കാരണം അവിടെ ബ്ലോക്കോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ആ മുറിക്കകത്ത്. ഈ സമയത്തും എന്റെ വീട്ടുകാര് ഈ ഷോ കണ്ടിട്ട് നിരന്തരമായി ഇവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ എമർജൻസി കോൺടാക്ട് ആണെങ്കിലും എനിക്ക് എന്ത് സംഭവിച്ചു, എന്തിനു സിബിനെ പുറത്തേക്ക് കൊണ്ടുപോയി, എന്താണ് ആരോഗ്യ കാരണം, ഇവരാരും കൃത്യമായിട്ടോ അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്ത് എന്താണ് എനിക്ക് സംഭവിച്ചെന്ന് പോലും ഇവരാരും പറയാൻ തയ്യാറായിട്ടില്ല. ഒരു മനുഷ്യര് പോലും എന്റെ വീട്ടുകാരെയോ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയോ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ആ നിമിഷം വരെയും അറിയിച്ചിട്ടില്ല. അതിനുശേഷം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വീണ്ടും ഇതുപോലെ 2 ഗുളിക കൊണ്ടുവന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഗുളിക കഴിക്കില്ല.
പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഞാൻ ഈ ഗുളിക കഴിക്കില്ല എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ആ കൂടെ ഉണ്ടായിരുന്ന ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ മൊബൈലിലേക്ക് മേടിച്ചിട്ട് എനിക്ക് കാണിച്ചു. ആ മൊബൈലിൽ ഞാൻ വായിച്ച പ്രിസ്ക്രിപ്ഷനിൽ എന്റെ കണ്ടീഷനായിട്ട് ആ ഡോക്ടർ മെൻഷൻ ചെയ്തിരുന്നത് അക്യൂട്ട് സ്ട്രെസ് എന്നാണ്. അക്യൂട്ട് സ്ട്രെസ്. എന്നിട്ട് ഈ 2 ഗുളികകൾ, അതിൽ ഒരു ഗുളികയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, രണ്ടാമത്തെ ഗുളിക ഞാൻ ഓർക്കുന്നു. ഒലാൻസപ്പൈൻ എന്നാണ് ആ ഗുളികയുടെ പേര്. ഒലാൻസപ്പൈൻ. ഈ ഒലാൻസപ്പൈൻ മരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ കൂടെയുള്ള ആ പയ്യനോട് ഗൂഗിൾ ചെയ്ത് ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം അത് ഗൂഗിൾ ചെയ്യുകയും അത് സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന മാരകമായ രോഗത്തിന് കൊടുക്കുന്ന ഗുളികയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ സ്കീസോഫ്രീനിയ അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡർ, ഈ 2 അസുഖങ്ങളും നിശ്ചയിക്കണമെങ്കിൽ മിനിമം, ഞാനൊരു മെഡിക്കൽ വിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഈ അസുഖം ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ മിനിമം 6 മാസത്തെ കൺസൾട്ടേഷൻ വേണം, ഏറ്റവും മിനിമം. പിന്നെ ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല. ഈ അസുഖമുള്ള ഒരു മനുഷ്യന് ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല. അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സൈക്യാട്രിയിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു രോഗമാണ് സ്കീസോഫ്രീനിയ. ആ സ്കീസോഫ്രീനിയ കൊടുക്കുന്ന മരുന്നാണ് ഇതെന്നും ഇത് എനിക്ക് കഴിക്കേണ്ട സാഹചര്യം ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ കഴിക്കില്ല എന്ന് അവരോട് പറഞ്ഞു. ഇത് കഴിക്കാൻ പറ്റില്ല എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ കൂടെയുള്ള ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ അറിയിക്കുന്നു, സിബിൻ ഇത് കഴിക്കില്ല എന്ന് പറയുന്നുണ്ട്. തിരിച്ച് എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്: ഇത് കഴിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് മത്സരത്തിനുള്ളിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ പറ്റില്ല. പുറത്തു പോകാൻ പറ്റില്ലെന്ന് അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മത്സരത്തിനുള്ളിലേക്ക് തിരിച്ച് പ്രവേശിക്കണമെങ്കിൽ ഈ മരുന്ന് നിർബന്ധമായി കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് തീരെ നിവൃത്തിയില്ലാതെ ഞാൻ ഇവരെ കബളിപ്പിച്ചു. മരുന്ന് കഴിക്കുന്ന പേരിൽ ഞാൻ മരുന്ന് തുപ്പികളെയും സ്ഥലങ്ങളിലേക്ക് മാറ്റി. എന്റെ കൂടെയുള്ള ഒരാൾ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം ഞാൻ കഴിക്കുന്നില്ല എന്ന്, ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അതിനെ കുറിച്ച് കൃത്യമായി എനിക്ക് ധാരണയില്ല. അങ്ങനെ ബാക്ക് ടു ബാക്ക് ഏതാണ്ട് 3 ദിവസം എന്നെ ഈ മുറിയിൽ പൂട്ടിയിടുകയും പുറം ലോകവുമായി എനിക്ക് യാതൊരു ബന്ധവും, പുറത്ത് ഒരു മനുഷ്യരോടും, അല്ലെങ്കിൽ എനിക്ക് ഒരു ഫുഡ് കൊണ്ടുവരുന്ന ആളാണെങ്കിൽ പോലും എന്നെ കാണിക്കാൻ അകത്തേക്ക് ഇട്ട് എന്നെ ലോക്ക് ചെയ്യുകയും, അതൊരു സ്യൂട്ട് റൂമാണ്, അകത്തെ മുറിയിലിട്ട് എന്നെ പൂട്ടുകയും ഒരു മനുഷ്യരെ എന്നെ കാണിച്ചിട്ടില്ല, എന്നെ ആരെയും കാണാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ 3 ദിവസത്തോളം ഇവരോട് പൂട്ടിയിരുന്നു. 4ാമത്തെ ദിവസം എന്നെ കാണാനായിട്ട് ഈ ഷോയുടെ 3 വലിയ അധികൃതർ വരികയാണ്. ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ആ ഡോക്ടർ വീഡിയോ കോളിൽ വന്നു. അദ്ദേഹം വിശ്രമം വേണമെന്ന് പറഞ്ഞു എന്നോട്. സിബിനൊന്ന് ടെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് ഷോയിൽ കയറുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് 4ാമത്തെ ദിവസം ഈ ഷോയുടെ 3 അധികൃതർ വന്ന് എന്നോട് പറയുകയാണ്, സിബിന് ഈ ഷോയിൽ തുടരാൻ പറ്റില്ല, സിബിന് നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന്, പുറത്തു പോകുന്നതായിരിക്കും നല്ലത്, വിശ്രമിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ വെച്ച് ഈ 3 പേരും നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഈ മരുന്ന് കഴിപ്പിച്ചു. നീ എന്തുകൊണ്ട് മരുന്ന് കഴിക്കുന്നില്ല? ഈ മരുന്ന് കഴിക്കണം, നിന്റെ അസുഖം അത്രയ്ക്കും, നീ അത് റിട്രൈവ് ചെയ്ത് വരണം, ഞങ്ങളുടെ ആഗ്രഹമാണ്, അങ്ങനെ ഇതാണ് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ആ 3 പേർ ആ മരുന്ന് കഴിപ്പിക്കുകയും അത് കഴിച്ചതിന്റെ സാഹചര്യത്തിൽ ഞാൻ വീണ്ടും എനിക്ക് മയക്കത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. വൈകുന്നേരമാണ് ആ ദിവസം വൈകുന്നേരം എന്റെ എമർജൻസി കോൺടാക്ട് ആയ എന്റെ ഒരു സുഹൃത്തുമായി എന്നോട് സംസാരിക്കാൻ അതിനെ അനുവദിച്ചു. സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവര് എന്റെ വീട്ടിൽ ആ ദിവസം, അതായത് എനിക്ക് അവസാനം മരുന്നുന്ന ദിവസം എന്റെ വീട്ടിൽ വിളിച്ച് ഇൻഫോം ചെയ്തത് എനിക്ക് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ മാരകമായ രോഗമാണ്, വയലന്റ് ആണെന്ന് പറഞ്ഞില്ല. ഇവര് എന്റെ വീട്ടില് കൊടുത്തത് എക്സാക്ട്ലി ഈ വാക്കാണ്. സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ മാരകമായ അസുഖമാണ്, വയലന്റ് ആണ്, സഹ മത്സരാർത്ഥികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, കുക്കർ എടുത്ത് അടിക്കാൻ ശ്രമിച്ചു. അതിന്റെ പേരിൽ സിബിനെ ഞങ്ങൾ ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ടുണ്ട്, പുറത്തു വിടാൻ പറ്റില്ല, ഗുളിയെ കൊടുത്ത് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും വന്ന് സിബിനെ കൂട്ടിക്കൊണ്ടു പോകണം എന്നാണ് അവരോട് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ആ ഫോൺ കോൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവർക്ക് എന്നോട് എന്തോ ഒരു കോൺസ്പിറസി, എന്തോ ഒരു പ്ലാൻ ചെയ്തുള്ള ഒരു ആക്രമണം എനിക്കെതിരെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ നിങ്ങളെ ആ മരുന്ന് കാണിക്കാം. നിങ്ങൾക്കറിയാം, ഈ മരുന്ന് ഞാൻ എടുക്കുന്നത് അവസാനത്തെ ദിവസമാണ്. ഇതിന്റെ ഡിജിറ്റൽ കോപ്പിയാണ്, ഒറിജിനൽ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്, അത് ഞാൻ പോലീസിന്റെ ഏൽപ്പിക്കും. ഡിജിറ്റൽ കോപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ മരുന്ന് നിങ്ങൾക്കറിയാം, ബിഗ് ബോസിലെ മരുന്ന് ഇതുപോലെ ഒരു സിപ്പ് കവറിലാണ്, സിബിന്ന് പേര് എഴുതിയിട്ട് ഒരു സിപ്പ് കവറിലാണ് ഈ മരുന്ന് തന്നത്.